രാജ്യം മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെ ഇല്ലാത്ത കാര്യങ്ങളുടെ പേരിൽ വേട്ടയാടുമ്പോൾ ഒരാളെ മാത്രം വേട്ടയാടാതിരിക്കുമ്പോൾ അത് ചിലപ്പോഴൊക്കെ സംശയമായിട്ട് തികച്ചു വരും. അതൊരു സ്വാഭാവികതയാണ്. അതിന്റെ മുന്നിൽ നിങ്ങളെ ഒരു ന്യായവും ചമച്ചിട്ട് കാര്യമില്ല. ശരി, പറയൂ അരുൺകുമാർ. അതൊരു സ്വാഭാവിക സംശയമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആ സ്വാഭാവിക സംശയം രാഹുൽ ഗാന്ധിയും പ്രകടിപ്പിക്കുന്നു. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ശരിക്കും പ്രബുദ്ധരാണ്. ഇപ്പൊ ഈ നൌഷാദ് അലി പറഞ്ഞ രാഷ്ട്രീയം കൃത്യമായി ഈ ജനങ്ങൾക്കെല്ലാം മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ ചർച്ചയുടെ ഭാഷ്യം ഇന്നതാണ് എന്നതാണ്. ഞാൻ പറഞ്ഞത് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രതിപക്ഷത്തെ വേട്ടയാടാൻ നടത്തുന്ന എല്ലാ ശ്രമത്തിലും CPM ഒറ്റ നിലപാടുള്ളൂ രാജ്യത്ത്. ഏത് പ്രതിപക്ഷ നേതാക്കന്മാർ ഇപ്പൊ 95% കേസുകളും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരാണ് ED രജിസ്റ്റർ ചെയ്തത്. കള്ളപ്പണമായി ഈ രാജ്യത്ത് കണ്ടെത്തിയ പണത്തിൽ 1% പോലും കള്ളപ്പണമാണെന്ന് തെളിയിക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. ED ആകെ 17 വർഷത്തെ ചരിത്രത്തിൽ 5903 കേസ് രജിസ്റ്റർ ചെയ്തതിൽ വെറും 23 കേസാണ് ശിക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഈ രാജ്യത്ത് EDയും CBIയും NIയും ആദായ നികുതി വകുപ്പും കസ്റ്റംസും നടത്തുന്ന തെറ്റായ ഇൻവെസ്റ്റിഗേഷനെതിരെ ഒറ്റ നിലപാടോടുള്ള പ്രതിഷേധമാണ് നടത്തിയത്. സംസ്ഥാനം തിരിച്ചുള്ള പ്രതിഷേധം, പ്രതിപക്ഷ കക്ഷികളെ മാറ്റി വകതിരിച്ചുള്ള പ്രതിഷേധം ഞങ്ങൾ നടത്തിയില്ല. പക്ഷെ നിങ്ങൾ നടത്തുന്ന പ്രതിഷേധം സംസ്ഥാനങ്ങളുടെ അതിർത്തി വെച്ചിട്ടാണ്, രാഷ്ട്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടാണ്. ഈ ആപ്പിനെതിരെ നിങ്ങൾ പരാതി കൊടുക്കുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു, അവരുടെ വോട്ട് നിങ്ങൾക്ക് വേണം. ഡൽഹിയിൽ 4 സീറ്റിൽ അവരും 3 സീറ്റിൽ നിങ്ങളും മത്സരിക്കുന്നു. കേരളത്തിൽ നിങ്ങൾ വ്യത്യസ്ത കിഫ്ബി 9 തവണ സമൻസ് അയച്ചു, ഹൈക്കോടതി വരെ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമൻസ് അയച്ച് ബുദ്ധിമുട്ടിക്കാതെ പോയി പണി നോക്കാൻ പറഞ്ഞു EDയോട്. ഇപ്പൊ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ആയുധമായി ഏറ്റവും കൂടുതൽ ED കിഫ്ബി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നിലപാടില്ലായ്മ എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങൾ പറഞ്ഞതിന്റെ വാങ്യം, ഞങ്ങൾ പറഞ്ഞതിന്റെ രാഷ്ട്രീയം, ഞങ്ങൾ പറഞ്ഞതിന്റെ മുന, ഇതെല്ലാം ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. എന്താണ് ആ മുന എന്ന് നിങ്ങൾ എഴുതി കൊടുക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം. കേരളത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ CPMനെ ആക്രമിക്കണം. അങ്ങനെ ആക്രമിക്കണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളില്ല. CIAയിൽ നിങ്ങളുടെ നയമെന്തെന്ന് ചോദിച്ചപ്പോ രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ അറിയിക്കാമെന്ന് പറഞ്ഞു പോയ മല്ലികാർജുൻ ഖാർഗെ 12 ദിവസമായിട്ടും തിരിച്ചു വന്നിട്ടില്ല, ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. കൊടി പോലും പിടിക്കാൻ പറ്റാതെ തെരഞ്ഞെടുപ്പ് യോഗം നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് 140 വർഷം ചരിത്രമുള്ള പ്രസ്ഥാനം അധംപതിച്ചിരിക്കുന്നു. ഇന്ന് ഒരു പയ്യൻ ലീഗിന്റെ കൊടിയും പിടിച്ചെന്ന് വീശി രാഹുൽ ഗാന്ധിയുടെ യോഗത്തിൽ ആ പയ്യന്റെ മുഖത്തടിച്ച് ചെവിക്ക് തിരുമി ചന്തിക്കടിച്ച് കൊടി മേടിച്ച് കീറിക്കളഞ്ഞ് ആ പയ്യനെ അവിടെ നിന്ന് മാറ്റുന്നത് വന്നിട്ടുണ്ട്. ഈ അവസ്ഥയിലാണ് മുഖത്തടിച്ചു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. എല്ലാത്തിലും നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ മതി അഭിലാഷേ. എല്ലാം ഈ ഉപ്പും മുളകും ചേർത്തല്ലേ പറയുന്നത്. എല്ലാം നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാൽ മതി. ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു പ്രസ്ഥാനം തെരഞ്ഞെടുപ്പ് സമയത്ത് ചരിത്രമുള്ള പാർട്ടി തളങ്കര വീഡിയോ മോഡൽ അല്ലല്ല 100 വർഷത്തിലധികം പഴക്കമുള്ള പാർട്ടിയുടെ പാരമ്പര്യമുള്ള കൊടി പോലും പിടിക്കാൻ കഴിയാതെ RSSന്റെ മുന്നിൽ മുട്ടഴങ്ങി നിങ്ങൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വിമർശിക്കുമ്പോ തെറ്റായ കാര്യങ്ങളും പറഞ്ഞ് കള്ളക്കേസും പറഞ്ഞ് ഇങ്ങ് വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇത് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു സ്ഥാനമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള ആരോപണം, സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്തുക, അപകീർത്തിപ്പെടുത്തുക, മോർഫ് ചെയ്ത വീഡിയോ ഉണ്ടാക്കുക, അങ്ങനെ പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇത് അന്വയിച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കോ. ഈ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരുപാട് ആരോപണം ഉന്നയിച്ചപ്പോഴാണ് 91 സീറ്റിൽ നിന്ന് ഞങ്ങൾ 99 മാറി, 42% വോട്ടിൽ നിന്ന് 45.3 മാറി. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഭരണ തുടർച്ച കിട്ടി. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരോപണം ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചപ്പോ ഇപ്പോഴും നിങ്ങൾ അത്തരത്തിൽ നുണ പ്രചരിപ്പിക്കുന്നു, ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. 2004 സമാനമായ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഞങ്ങൾ കേരളത്തിൽ കിട്ടിയപ്പോൾ മാത്രമാണ് മുന്നണി ഉണ്ടായിട്ടുള്ളത്. എല്ലാവർക്കും അവകാശവാദം ഉന്നയിക്കാം, ഒരു തകരാറില്ല. എല്ലാ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓക്കെ. ശരി, ഞാൻ ഈ സമയം വല്ലാതെ ആവുന്നു. അതായത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കൂടുതൽ സീറ്റ് കേരളത്തിൽ കിട്ടിയപ്പോൾ മാത്രമാണ് ദേശീയ തലത്തിൽ BJPക്ക് എതിരെ ഒരു വലിയ മുന്നണി ഉണ്ടായിട്ടുള്ളത്. അത് 77 നമുക്കറിയാം, 1996 ആയാലും അതുപോലെ തന്നെ 2004 ആയാലും നമ്മുടെ മുന്നിലുണ്ട്. അന്ന് കോൺഗ്രസിന് ഇടതുപക്ഷത്തിന് സീറ്റ് കിട്ടാതിരിക്കാൻ കേരളത്തിന് സീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടപെടലിനെ ജനങ്ങളെ അണിനിരത്തി ചേർക്കും. എത്ര നുണ പ്രചരിപ്പിച്ചാലും
എത്ര നുണ പ്രചരിപ്പിച്ചാലും ഞങ്ങൾ അതിനെ ചെറുത്തു തോൽപ്പിക്കും. ശരി. നിങ്ങൾ നുണപ്രചരണത്തിന്റെ പുറകെ പോയിക്കോളൂ. ഞങ്ങൾ ജനങ്ങളെയാണ് നിർത്തി അതിനെ നേരിടും. ശരി, ഓക്കെ.